ഹലോ എവരിവൺ. കഴിഞ്ഞ സെഗ്മെന്റിൽ നമ്മൾ അഷിതയെ അല്പമൊന്ന് പരിചയപ്പെടുകയായിരുന്നു. വട്ടത്തിലുള്ള വലിയ കണ്ണട ധരിച്ച ആ ഗൗരവ മുഖക്കാരി കഥാസാഹിത്യത്തിൽ നിരന്തരമായി പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. ഓർക്കാപ്പുറത്ത് ഹൃദയം മുറിക്കുന്ന ഒരു കഥയുമായി വരും. പലപ്പോഴും കഥകളിലെ ചില പ്രയോഗങ്ങൾ, വാക്കിന്റെ വരിയുടെ തുമ്പുകൾ നമ്മളെ മറ്റൊരു കാലത്തേക്കും ഭൂമികയിലേക്കുമൊക്കെ നിമിഷങ്ങൾ കൊണ്ട് മാറ്റിക്കളയും. കടുപ്പത്തൊരു കഥയുടെ ഇന്നത്തെ സെഗ്മെന്റിൽ നമുക്ക് അഷിതയുടെ ഒരു കഥ കേൾക്കാം എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു. കല്ലുവെച്ച നുണകൾ എന്ന ഈ കഥ വർത്തമാനകാല സംഘർഷങ്ങളിൽ പെടുന്ന ഒരമ്മയുടെ മനസ്സിന്റെ ചിന്തകളുടെ പ്രതിഫലനമാണ് എന്ന് പറയാം. അമ്മയും ഉമ്മയും ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ ഈ കഥയിൽ നമുക്കും പങ്കുചേരാം. കഥ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. കല്ലുവെച്ച നുണകൾ, എഴുതിയിരിക്കുന്ന അഷിത. കൈത്തലത്തിൽ മുഖമർപ്പിച്ച് ഗ്രഹപാഠം ചെയ്യുകയാണ് ഏറെ നേരമായി ഉമ. അവൾ ഗ്രഹപാഠം തീർക്കുന്നത് കണ്ട് കസേരയിൽ നിശ്ചലയായിരിക്കുകയാണ് ഞാൻ. ഇതല്ല പതിവ്. ഗ്രഹപാഠം പകുതിയാകുമ്പോഴേക്കും കൈ വേദനിക്കുന്നു, ഇനി അമ്മ എഴുതി തരുമോ എന്ന് ചോദിച്ച് അവൾ വരേണ്ടതാണ്. ഒരു കൊഞ്ചലും ഒരു കിണുങ്ങലും പിന്നെ ഒരു വാശിയും ആ സന്ധ്യയിൽ തുളുമ്പി തട്ടിമറിയേണ്ടതാണ്. പക്ഷേ അന്തരീക്ഷത്തിലെ സ്നേഹവും ദേഷ്യവും ഒക്കെ പിടിച്ചെടുക്കാൻ വളർത്തുമൃഗങ്ങൾക്കെന്ന പോലെ കുഞ്ഞുങ്ങൾക്കും ഒരു കഴിവുണ്ട്. അവൾ എന്നെ ജിജ്ഞാസയോടെ ഇടം കണ്ണിട്ട് 2 പ്രാവശ്യം നോക്കുന്നത് കണ്ടിരിക്കുന്നു ഞാൻ എന്നിട്ടും നിശബ്ദയാണ്. എൻ്റെ മടിയിൽ കുട്ടികളെ എങ്ങനെ നന്നാക്കാം എന്ന ഒരു പുസ്തകം കിടക്കുന്നുണ്ട്. പക്ഷെ ഞാനത് എപ്പോഴേ വായിക്കാതെ ആയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ മുഴുവൻ അന്ന് വൈകുന്നേരത്തെ സംഭവമാണ്. ചിലർ ഷോപ്പിംഗ് കഴിഞ്ഞു മടങ്ങുമ്പോൾ ഉമയെയും വിളിച്ചുകൊണ്ട് പോകാം എന്ന് കരുതിയാണ് ഞാൻ സ്കൂളിലേക്ക് ചെന്നത്. മുറ്റത്ത് പാർക്ക് ചെയ്ത സ്കൂട്ടറുകൾ, കാറുകൾ, ഒറ്റയ്ക്കും കൂട്ടായും നിൽക്കുന്ന രക്ഷിതാക്കൾ, അവരുടെ കുശുമ്പുകൾ, കുന്നായ്മകൾ, ഉറക്കയും സ്വരം താഴ്ത്തിയുമുള്ള പൊങ്ങച്ചങ്ങൾ, കുറ്റം പറച്ചിലുകൾ, ഇവയ്ക്കെല്ലാം ഇടയിലൂടെ വഴിയുണ്ടാക്കി പോർട്ടിക്കോയിലേക്ക് കയറിയപ്പോഴാണ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലൊറേറ്റ പ്രത്യക്ഷപ്പെട്ടത്. 1 മിനിറ്റ്, മൃദുവായ സ്വരത്തിൽ അവർ ചോദിച്ചു. ഉമാപ്രസീതയുടെ അമ്മയല്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് B ഡിവിഷൻ മലയാളം മീഡിയത്തിലെ? പൊടുന്നനെ പരന്ന നിശബ്ദതയിൽ അതെ എന്ന മട്ടിൽ ഞാൻ പരുങ്ങുമ്പോൾ കർക്കശമായി ഉയർന്ന ശബ്ദത്തിൽ അവർ ചോദിച്ചു, കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങളുടെ വാർഡ് ഹോംവർക്ക് ചെയ്യാതെയാണ് വരുന്നത്, അതറിയുമോ നിങ്ങൾക്ക്? അത്ഭുതത്തോടെ മുഖമുയർത്തവേ നീരസം സ്ഫുരിക്കുന്ന മുഖത്തോടെ അവളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, തിങ്കളാഴ്ച അമ്മയ്ക്ക് അസുഖമാണ് എന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച അമ്മയ്ക്ക് ഓപ്പറേഷനാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ബുധനാഴ്ച വീട്ടിൽ നിറച്ച ആൾക്കാരായതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ ഒരാളൽ എൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി. എൻ്റെ കുട്ടി ഇത്തരം നുണകൾ. എല്ലാവരും ഒരു കാര്യം ഓർക്കുന്നത് കൊള്ളാം, ഇടിവെട്ടുന്ന സ്വരത്തിൽ സിസ്റ്റർ ലൊറേറ്റ പ്രഖ്യാപിച്ചു. കുട്ടികളെ നല്ല സ്കൂൾ കണ്ടുപിടിച്ച് ചേർത്താൽ ഭാരമൊഴിഞ്ഞുവെന്ന് ആരും കരുതരുത്. വീട്ടിലും വേണം ശ്രദ്ധ. പിന്നെ എന്നെ തറപ്പിച്ചൊന്ന് നോക്കി സിസ്റ്റർ ലൊറേറ്റ കൂട്ടിച്ചേർത്തു, മുതിർന്നവരെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നതെന്ന് ഓർക്കുന്നത് നന്ന്. നീണ്ട മണിയടിയുടെ അവസാനത്തിൽ വരി തെറ്റിച്ച് ആർത്ത് ചിരിച്ചു വരുന്ന ഉമയെയും കൂട്ടി താക്കോൽ കൂട്ടങ്ങളുടെ, സ്വർണ വളകളുടെ, പാദസ്വരങ്ങളുടെ പരിഹാസത്തിനിടയിലൂടെ തലയും താഴ്ത്തി നടന്നു നീങ്ങവേ ഞാൻ സ്വയം ചോദിക്കുകയായിരുന്നു, ഇനി ഞാൻ എന്താ വേണ്ടത്? അഭ്യസ്തവിദ്യയായ ഒരമ്മ എന്ന നാട്യത്തോടെ ഇതിനെക്കുറിച്ച് ഉമയുമായി സംസാരിക്കുകയാണ് വേണ്ടത് എന്ന തീരുമാനമെടുത്തിരിക്കുന്നു ഞാൻ. പക്ഷെ എന്താണ് ഞാൻ അവളോട് പറയുക? പരിഭ്രാന്തിയോടെ ഞാൻ എൻ്റെ ബാല്യകാലം ചികഞ്ഞു. ഒരു ഉച്ചയ്ക്ക് എൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് ഓങ്ങിയ പുളിവാറലുമായി നിന്നിരുന്ന അമ്മ, അതെന്തിനായിരുന്നു? ഓർമ്മ വരുന്നില്ല. ഓർമ്മയിൽ അമ്മയുടെ ചുളിഞ്ഞ പുരികം, ഓങ്ങിയ പുളിവാറൽ. എന്നിട്ടോ എൻ്റെ മനസ്സ് സംവാദം തുടങ്ങി. പിന്നീട് ഒരിക്കലും ഞാൻ നുണ പറഞ്ഞില്ലേ? എനിക്കെതിരെ മേശപ്പുറത്ത് ഫ്രെയിം ചെയ്ത എൻ്റെ വിവാഹ ഫോട്ടോ, ക്യാമറയിലേക്ക് നോക്കി ചിരിക്കുന്ന ഞാൻ. എത്ര പ്രഫുല്ലമായ ഒരു ചിരി! ആ ചിരിയെ ഉറ്റുനോക്കുന്തോറും അതൊരു വലിയ നുണ, ഒരു കല്ലുവെച്ച നുണയായി എനിക്ക് അനുഭവപ്പെട്ടു. നുണ പറഞ്ഞതിന് എന്നെ ശിക്ഷിച്ചവർ തന്നെ പിന്നെ പലപ്പോഴായി ഞാൻ പറഞ്ഞ നുണകൾക്ക് നേരെ കണ്ണടച്ചത് എന്തിനാണ്?
എന്റെ പല നുണകളെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് എന്തിനാണ്? അസ്വസ്ഥതയോടെ ഞാൻ കണ്ണുകൾ പിൻവലിച്ചു. ഉമയോട് എന്തു പറയണമെന്ന് എനിക്ക് നിശ്ചയമില്ലാതായി. എങ്കിലും ദയവോടെ ഞാൻ വിളിച്ചു, അമ്മൂ, ഇവിടെ വാ. അത് കേൾക്കേണ്ട താമസം. പെൻസിലും പുസ്തകവും വലിച്ചെറിഞ്ഞ് ഉമ ഓടി എൻ്റെ അരികിലെത്തി. എൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള ഭാവമായി. വരട്ടെ വരട്ടെ. അവളെ പിടിച്ച് ബലമായി അടുത്തുള്ള ടീപ്പോയിൽ ഇരുത്തി ഞാൻ പറഞ്ഞു, വരട്ടെ, അമ്മയ്ക്ക് ഉമയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. പളുങ്കു ഗോട്ടികൾ പോലെ 2 വട്ടക്കണ്ണുകൾ എൻ്റെ മുഖത്ത് നടന്നു. നിർഭയവും നിഷ്കളങ്കവുമായ ഒരു അന്വേഷണം. ഉമ കുറെ ദിവസമായി ഹോംവർക്ക് ചെയ്യുന്നില്ല എന്ന് ടീച്ചർ പറഞ്ഞല്ലോ, നേരാണോ? എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് മറുപടി ഉടനെ വന്നു. ഇന്നലെയും പിന്നെ ഇന്നലെയും അതിന്റെ പിന്നാലത്തെ ഇന്നലെയും ഉമക്കുട്ടി ഹോംവർക്ക് ചെയ്തില്ല. അതെന്താ ചെയ്യാത്തത്? എന്റെ സ്വരം നിയന്ത്രണം വിട്ടുയർന്നു. അമ്മ ഹോസ്പിറ്റലിലാണ്, വീട്ടിൽ ആൾക്കാരാണ് എന്നൊക്കെ നുണയും പറഞ്ഞോ? ടീപ്പോയിൽ കിടന്ന പേപ്പർ എടുത്ത് കളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞില്ല, ഞാൻ തമാശ പറഞ്ഞതാണ്. നീ 3 നുണ പറഞ്ഞു, ഞാൻ കർക്കശമായി ആവർത്തിച്ചു. ഞാൻ തമാശ പറഞ്ഞതാണ്, അവൾ സഹായിക്കാനുള്ള വ്യഗ്രതയോടെ പറഞ്ഞു തന്നു. അന്ന് സംഭാവനയ്ക്ക് കുറെ മാമന്മാർ വന്നപ്പോ വീട്ടിലാരും ഇല്ലാന്ന് പറയാൻ അമ്മ പറഞ്ഞില്ലേ? വീട്ടിലാരും ഇല്ലാന്ന് അമ്മ പറയാൻ പറഞ്ഞു എന്ന് ഞാൻ മാമന്മാരോട് പറഞ്ഞില്ലേ? അന്ന് നമ്മളെല്ലാരും കുറെ ചിരിച്ചില്ലേ? അതുപോലെ. ഇത് അതുപോലെയല്ല. ഇത് ചിരിക്കാനുള്ള കാര്യവുമല്ല. നുണ പറയുന്നത് തെറ്റാണ്, പാപമാണ്. ഞാൻ അവളോട് അനുനയത്തിൽ പറഞ്ഞു. ഉമ നല്ല കുട്ടിയാണെന്നാണ് അമ്മ വിചാരിച്ചത്. ഇന്ന് സിസ്റ്റർ വഴക്കു പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എത്ര വിഷമമായെന്നോ? അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മടിയിൽ കിടന്ന പുസ്തകം മറിച്ച് ചിത്രങ്ങളുണ്ടോ എന്ന് നോക്കി. പുസ്തകത്തിന്റെ പേര് തപ്പി തപ്പി വായിച്ചെടുത്ത് അവൾ പെട്ടെന്ന് ചോദിച്ചു, അമ്മേ, വലിയവരെ നന്നാക്കാൻ പുസ്തകമൊന്നുമില്ലേ? ഞാൻ കേട്ടില്ല എന്ന് നടിച്ച് പുസ്തകം ബലമായി വാങ്ങിവെച്ച് എൻ്റെ ഉപദേശം തുടർന്നു. നുണ പറഞ്ഞാൽ മുകളിൽ ചിത്രഗുപ്തൻ കണക്കെഴുതും. മരിച്ചാൽ 7 നരകത്തിൽ പോണം. നരകത്തിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയോ നിനക്ക്? പാമ്പുകൾ, വ്യാളികൾ. വായിൽ വന്നതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഏതു വാചകം, ഏതു വാക്കാണ് അവളുടെ മനസ്സിലൊന്ന് തൊടുക എന്ന ആകാംക്ഷയോടെ. അവളുടെ മുഖം പൊടുന്നനെ നിശ്ചലവും സാന്ദ്രവുമായി. പ്രതീക്ഷയോടെ അവളെ ഉറ്റുനോക്കി. ഞാൻ സംസാരം നിർത്തി. ആകുലമായ സ്വരത്തിൽ അവൾ ചോദിച്ചു, മുത്തശ്ശി നാരായണിയെ പാമ്പ് പിടിച്ചിട്ടുണ്ടാവോ? മുത്തശ്ശി നാരായണി ഉമ്മക്കുട്ടിക്ക് നിറയെ കഥ പറഞ്ഞു വന്നിരുന്നു. ഒക്കെ നുണക്കഥകളാണെന്ന് അജു ചേച്ചി ഇന്നലെ പറഞ്ഞു. അസ്വസ്ഥതയോടെ ഞാൻ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് നടന്നു. ചുവരിൽ പൊട്ടിച്ചിരിക്കുന്ന എൻ്റെ അമ്മൂമ്മയുടെ ഫോട്ടോ. ആകാശത്ത് കണ്ണിറുക്കിച്ചിരിക്കുന്ന ഒരു നക്ഷത്രം. എത്രയോ പ്രശാന്തമായ ഒരു രാത്രി. നക്ഷത്ര കാതങ്ങൾക്കകലെ നിന്ന് എൻ്റെ ഹതാശമായ മനസ്സിനെ തലോടുന്ന ഒരു മഹാമൗനം. സിസ്റ്റർ ലൊറൈറ്റയ്ക്ക് ഇതൊരിക്കലും മനസ്സിലാവുകയില്ല, ഞാൻ ഓർത്തു. വെയിലും നിഴലും മാറി മാറി ചൂടുന്ന, തോന്നും പോലെ ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ്. സിസ്റ്റർ ലൊറൈറ്റയ്ക്ക് അത് മനസ്സിലാവുകയേയില്ല. കുന്നിൻ ചെരുവിലൂടെ ഓടിയിറങ്ങുന്ന കുഞ്ഞാടിന്റെ കുടമണി പോലെ ഉമയുടെ പ്രസന്നമായ ചിരി ഉയർന്നു. മേശപ്പുറത്ത് കയറിയിരുന്ന് കത്രിക കൊണ്ട് കടലാസ് കഷ്ണങ്ങൾ വെട്ടിയിട്ടുകൊണ്ട് അവൾ പറയുകയായിരുന്നു, എന്റെ ക്ലാസ്സിലെ ഷെയ്ഖ് ഫിറോസിന് ഇന്നും അടി കൊണ്ടു. എന്തിനാന്നോ? ഷെയ്ഖ് ഫിറോസ് ബെഞ്ചുമേ കാല് കയറ്റി വെച്ച് മോഹൻലാലിന്റെ സ്റ്റൈലിൽ പറയുക, ഞാൻ മീന വിയാറിനെ സ്നേഹിക്കുന്നു, നാളെ ഞങ്ങളുടെ വിവാഹം. മീന വിയാർ ഉറക്ക കരയാൻ അങ്ങോട്ട് തുടങ്ങി. ഞങ്ങൾ ഓടിപ്പോയി ടീച്ചറോട് പറഞ്ഞു. ടീച്ചറുടെ കണ്ണ് തള്ളിപ്പോയി. കൊടുത്തു ഷെയ്ഖിന് 2 അടി ചൂരലുണ്ട്. മന്ദഹസിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്നിട്ടോ? എന്നിട്ടെന്താ? മീന വിയാറും ഷെയ്ഖും അടുത്തടുത്തിരുന്ന് കുറേ നേരം കരഞ്ഞു. അതന്നെ. മീന വിയാറിന് ഒരിക്കലും ഷെയ്ഖിനോട് മിണ്ടൂല എന്ന് പറഞ്ഞു. നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞൂടാ അല്ലേ അമ്മേ? അത് ചീത്ത വാക്കാണല്ലേ? കഠിനമായ ശോഭത്തോടെ ഞാൻ തിരിഞ്ഞു. ആര് പറഞ്ഞു? ആര് പറഞ്ഞു തന്നു ഇത്? ആണ് ആണ്, ഉമ തറപ്പിച്ചു പറഞ്ഞു. സ്നേഹം എന്നൊരു ചീത്ത വാക്കാണ്. അതാണ് ടീച്ചർ ഷെയ്ഖിനെ തല്ലിയത്. ലോകം കൊട്ടുന്ന മലിനമായ അറിവുകളിൽ നിന്ന് അവളുടെ മനസ്സിനെ രക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായതയോടെ ഞാൻ കസേരയിൽ തളർന്നിരുന്നു. എന്നിട്ട് ഇന്റർവെൽ ആയപ്പോൾ ഷെയ്ഖ് പറഞ്ഞു ഷെയ്ഖിനെ ഒരിക്കലും ആരെയും സ്നേഹിക്കില്ല എന്ന്. കഷ്ടം കഷ്ടം, ഞാൻ പിറുപിറുത്തു.
അത്ര നേരത്തെ വർത്തമാനത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു സൗഹാർദ്ദത്തോടെ എൻ്റെ അടുത്ത് വന്ന് ഒരു രഹസ്യം അറിയിക്കുന്ന പോലെ ഉമ എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ ഈ ടീച്ചർമാർക്ക് ഒരു ദയയില്ല, എനിക്കും കിട്ടി ഒരടി ഹോംവർക്ക് ചെയ്യാത്തതിന്. നുണ പറഞ്ഞിട്ടല്ലേ? ഞാൻ അവളുടെ തുടയിലെ തണുത്ത് കിടന്ന പാടുകളിൽ തലോടി ചോദിച്ചു. അമ്മയുടെ കുട്ടി ഇനി ഒരിക്കലും നുണ പറയരുത്. നുണ പറയുന്ന കുട്ടികളാണ് വലുതാവുമ്പോൾ കള്ളന്മാരാകുന്നത്. അവരെ പോലീസ് പിടിക്കും, ജയിലിലിടും. കുഞ്ഞിക്കണ്ണുകളിൽ പടരുന്ന ഭീതിയോടെ അവൾ എൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു. തെല്ലു നേരം മിണ്ടാതിരുന്നു. പിന്നെ മുഖമുയർത്താതെ മെല്ലെ അന്വേഷിച്ചു, അമ്മ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലേ? എന്തൊരു കുട്ടി, എന്തൊരു ചോദ്യം! പതറിപ്പോയ ഞാൻ ഒരു ഉത്തരത്തിന് പരതുമ്പോഴേക്ക് കുഞ്ഞിക്കൈകൾ എൻ്റെ കഴുത്തിലൂടെ ചുറ്റി ഒരു കുഞ്ഞി കോട്ടുവായോടെ അവൾ പറഞ്ഞു, ഉമ്മക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ചാമ്പി മയങ്ങിയ കണ്ണുകൾ, നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ, എൻ്റെ കഴുത്തിൽ തട്ടുന്ന അവളുടെ ഊഷ്മളമായ നിശ്വാസങ്ങൾ, എൻ്റെ നെഞ്ചോട് ചേർന്ന് മിടിക്കുന്ന ഒരു കുഞ്ഞു ഹൃദയം. അങ്ങനെ ഉറ്റുനോക്കിയിരിക്കെ സ്നേഹത്തിൻ്റെ സമസ്ത ഭാവങ്ങളും സൗന്ദര്യവും എന്നെ ഉറ്റുനോക്കുന്നതായി എനിക്ക് തോന്നി. പുളിവാറലോങ്ങുന്ന അമ്മ, പൊട്ടിച്ചിരിക്കുന്ന അമ്മൂമ്മ, ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ പൂർവികർ, കണ്ണിറുക്കുന്ന നക്ഷത്രങ്ങൾ, വരാൻ പോകുന്ന എൻ്റെ പേരക്കുട്ടികൾ, ആർത്തിച്ചിരിച്ചു പൂക്കുന്ന മരങ്ങൾ, സർവവും തലോടുന്ന ആ മഹാമൗനവും. സാന്ദ്രമായ ഒരു ഭാവത്തിൽ എൻ്റെ മനസ്സു വിങ്ങി. അക്ഷരങ്ങൾക്ക് അപ്രാപ്യമായ, ഒരുപക്ഷെ വയലിൻ്റെ ശ്രുതിക്ക് മാത്രം പകർത്താൻ കഴിഞ്ഞേക്കാവുന്ന ഒരു ഭാവം. മൃദുവായി ചുംബിച്ച് കരുണയോടെ ഞാൻ പറയുകയായി, അമ്മ ഉറങ്ങിക്കോ. എൻ്റെ മടിയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി വിരൽ കുടിച്ച് ഉറങ്ങാൻ വട്ടം കൂട്ടവേ ഒരു കൊച്ചുകുട്ടിക്ക് മാത്രം സഹജമായ ഉദാരതയോടെ അവൾ സമ്മതിച്ചു. ഉമ്മക്കുട്ടി ഇനി ഒരിക്കലും നുണ പറയില്ല കേട്ടോ. വേവലാതി ഒതുക്കിയ ഒരു ഉമ്മ മാത്രമായിരുന്നു എൻ്റെ മറുപടി. പാതി ചാഞ്ഞ കൺപീലികളിൽ ബാക്കി നിൽക്കുന്ന ജിജ്ഞാസയോടെ അവൾ ചോദിച്ചു, അമ്മ ഒരിക്കലും ഒരു നുണയും പറഞ്ഞിട്ടില്ല? അനങ്ങാൻ പോലും ധൈര്യപ്പെടാതെ, അവളുടെ മുഖത്തു നോക്കാതെ ഞാൻ താളം പിടിച്ച് അങ്ങനെ ഇരുന്നു, അവൾ ഇപ്പോൾ ഉറങ്ങും എന്ന പ്രതീക്ഷയിൽ. അമ്മ ഒരിക്കലും നുണ പറയില്ല അല്ലേ? ഒരു ചോദ്യത്തെക്കാൾ അതൊരു വിശ്വാസ പ്രകടനമായിരുന്നു. ഈ ജീവിതത്തെ സഹ്യമാക്കുന്ന, ലോകത്തെ മുഴുവനും സുലഭിലമാക്കുന്ന നിഷ്കളങ്കമായ ഒരു വിശ്വാസ പ്രകടനം. അത് കളയുക വയ്യ എന്ന് തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ച് ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. വേണ്ടായിരുന്നു എന്നുടനെ തോന്നുകയും ചെയ്തു. കാരണം ഇങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയാത്ത ആ കല്ലുവെച്ച നുണ അവളുടെ മനസ്സിന്റെ നീലക്കയങ്ങളിലേക്ക് മുങ്ങി താണു മറയുന്നത് ഞാൻ കണ്ടു. പിന്നെ ആ പറഞ്ഞതൊരു നുണയല്ല, വെറും തമാശയായിരുന്നു എന്ന് വിശ്വസിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. അഷിത കഥകളുടെ പ്രത്യേകതകൾ പലതാണ്. മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകളെ അനാവരണം ചെയ്യുന്നതിലും അതിലോലമായ ഭാവതലങ്ങളെ വാക്കുകൾ കൊണ്ട് വരച്ചു കാട്ടുന്നതിലും മൗനത്തിന് വാചാലതയുടെ മാനങ്ങൾ പകർന്നു നൽകുന്നതിലും തനതായ അടയാളങ്ങൾ എന്നും ഉണ്ടായിരുന്നു. പ്രപഞ്ച സൃഷ്ടാവിനെ പോലെ സ്വന്തം കഥാപാത്രങ്ങൾക്കുമേൽ അനന്തമായ വാത്സല്യം കോരിച്ചൊരിയുന്നതും വാക്കുകൾ കൊണ്ട് വായനക്കാരുടെ ആത്മാവിനെ ആഴത്തിൽ സ്പർശിക്കുന്നതും വളരെ സ്വാഭാവികമായി സംഭവിച്ചിരിക്കുന്നു. ജീവിതം ചെന്നിനായകം നൽകിയിടും നീ അതും മധുരിപ്പിച്ചിടും ഒരത്ഭുതം. കവയിത്രി ശ്രീ വിജയലക്ഷ്മിയുടെ വരികളാണ്. അഷിതയുടെ കഥകൾക്ക് സമർപ്പണമായി ടീച്ചർ കുറിച്ച വരികൾ. കഥാകാരിയുടെ വ്യക്തിത്വത്തിന് തികച്ചും യോജിക്കുന്ന വരികൾ. ഇന്നത്തെ നമ്മുടെ ഈ സെഗ്മെന്റ് അഷിതയുടെ കഥയും ആസ്വാദ്യമായി എന്ന് കരുതുന്നു. കടുപ്പത്തിലൊരു കഥയിലെ അടുത്ത സെഗ്മെന്റുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.